അതിനകത്തൊന്നുമില്ലല്ലോടാ. മീനില്ലാന്ന് പറഞ്ഞ് കണ്ണുമല്ലി നോക്കി യാതൊരു കാര്യമില്ല. എടാ മീനൊക്കെ പണ്ടത്തെ മാതിരി തന്നെ ബുദ്ധി വെച്ച് പോയി. അല്ലെങ്കിൽ പിന്നെ വല്ല പതൂരിയും വന്ന് കിടക്കുന്നതായിരിക്കണോ? നോക്ക് എടാ ഉടുമ്പേ, എനിക്ക് കരിമീനും കൂരിയും മതി. നിന്റെ ത്രേസ്യാച്ചേടത്തിക്കല്ലേ, മീനില്ലെങ്കിൽ കള്ളു ചെലവാകത്തില്ല. ആ അത് പിന്നെ ത്രേസ്യാച്ചേടത്തിക്ക് ഒരു ദിവസം മീനില്ലേലും കാപ്പിച്ചിറ വാങ്ങി ചെലവായിക്കൊള്ളും. നമ്മുടെ കാര്യത്തിൽ അങ്ങാറ് കൊടുത്തേരി. നീയല്ലേ പറഞ്ഞത് ഇത് ചായക്കട ചന്ദ്രഞ്ചേന്റെ വേണ്ടി വാച്ച് വെച്ചിരിക്കുകയാണെന്ന്? അയ്യോ ഞാനത് മറന്നുപോയി കേട്ടാ. ചന്ദ്രഞ്ചേട്ടൻ ഇപ്പൊ എത്തും. ഇന്ന് ആർക്കും മീനില്ല കേട്ടാ. പിന്നെ പോയി പണി നോക്ക്, എനിക്ക് മീൻ വേണം. തോന്നണ വില വന്നിട്ട് മീനെടുത്തോണ്ട് പോണത് അതിന് നടക്കത്തില്ല കേട്ടാ. അടുത്ത ആഴ്ച സൊസൈറ്റി വഴി മീൻ വിൽക്കാനുള്ള ഏർപ്പാടുകൾ ഞങ്ങളുടെ നേതാവ് ചെയ്തു കഴിഞ്ഞു. ഏത് നേതാവ്? ഗോപാലകൃഷ്ണൻ. അവൻ നമുക്ക് യൂണിയൻ ഉണ്ടാക്കി പറഞ്ഞില്ലേ? അരയന്മാരുടെ യൂണിയൻ എങ്ങനെയാടാ നായന്മാര് നേതാവണത്? ജാതിയും മതവും പറഞ്ഞ് ഇനിയും ഞങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ ആരും വിചാരിക്കണ്ട കേട്ടാ. ഉമ്മ ഇത്രയും പേരുണ്ടായിട്ടും യൂണിയൻ ഉണ്ടാക്കാൻ ഗോപാലകൃഷ്ണൻ വേണ്ടി വന്നില്ലേ? ഓ എന്തൊരു സ്നേഹം. അതെ സ്നേഹം തന്നെയാ. സ്നേഹം തരുന്നവർക്ക് ഇരട്ടി സ്നേഹം തിരിച്ചു കൊടുക്കാനാ ഞങ്ങ പഠിച്ചിട്ടുള്ളത്. വേണ്ടി വന്ന ഗോപാലിന് വേണ്ടി ഞങ്ങ മരിക്കും. ആള് പാവാ, പക്ഷെ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറ നിങ്ങളുടെ നേതാവിനോട്. ബാങ്കില് ജോലി, സീരിയല് പിടുത്തം, കൂട്ടറി കയറി നാട് ചുറ്റല്. നാട് ചുറ്റലല്ല, നാട് നന്നാക്കല്. അല്ല അവൻ വരാൻ നേരമായല്ല. ഇന്നത്തെ കോളെങ്ങനെയുണ്ട്? ചെമ്മീൻ വല്ലതും കയറി? ചെറിയ തെള്ളി ചെമ്മീൻ കിട്ടി. 1 കിലോ എങ്കിൽ 1 കിലോ. അല്ല കറണ്ട് സുരേന്ദ്രൻ എവിടെ? അവൻ വല്ലോടത്തും കാന്തരിച്ച് കിടപ്പുണ്ടാവും. കേറിങ്ങോട്ടെ. ഇന്നും കറണ്ട് അടിച്ചല്ലേ? കറണ്ട് അടിച്ചതല്ല, കറണ്ട് ഉണ്ടോന്ന് നോക്കാൻ ഹോൾഡറിന്റെ ഉള്ളിൽ കൈയിട്ട് നോക്കിയതാണ്. ഇപ്പൊ മനസ്സിലായി കറണ്ടില്ല. ഒന്നും പറ്റാഞ്ഞ ഭാഗ്യം. അതെങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ട് കള്ളല്ലേ വഴിച്ച് കിടക്കുന്നത്? കറണ്ടല്ല, വിഷമടിച്ചാലും ചാകുകയല്ല. പിന്നെ ഞാൻ വന്നതേ നമ്മുടെ TV സീരിയല് പ്രശ്നമാവുന്ന ലക്ഷണമാണ്. അതെന്താണ്? തിരക്കഥാകൃത്ത് ഭയങ്കര ഉടക്കില്ല. അയാൾക്ക് ഉടനെ കാശ് കിട്ടിയില്ലെങ്കിൽ എഴുതി തരില്ലാന്ന്. പ്രൊഡ്യൂസർ നല്ല പെരുമാളാണെങ്കിൽ എഴുതി തരാതെ കാശ് കൊടുക്കില്ലെന്നും. കർത്താവെ കലങ്ങോ, ഈ പലപ്പണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ കണ്ട മാർഗമായിരുന്നു. എന്തെങ്കിലും വഴി നോക്കാം. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ, വൈകുന്നേരം കാണാം. നിന്റെ പെങ്ങക്കട ഫീസ് കൊടുക്കേണ്ടത് എന്നാണെന്നല്ലേ പറഞ്ഞത്? അതിന് നിന്റെ രൂപ ഉണ്ടാ? ഇല്ല. ഇതാണ് നിന്റെ കുഴപ്പം. ഞങ്ങളൊക്കെ നിനക്ക് അന്യരാണോടാ. ഏതാ ഉടുമ്പേ നിന്റെ എത്ര രൂപ ഉണ്ട്? എന്റെ 10-250 രൂപ. അതെ കൊടുക്കളയാവാ. എന്റെ കയ്യിൽ ഒരു 15 രൂപ ഉണ്ട്. നനഞ്ഞതാണെങ്കിലും രൂപ തന്നെയാണ് കേട്ടാ. ഇതിനൊക്കെ നിങ്ങളോട് എങ്ങനെയാണ് ഞാൻ? കൂട്ടുകാർ തമ്മിൽ കടപ്പാടിന്റെ കണക്ക് പാടില്ല കേട്ടാ. കണക്ക് കമ്പവൻ ഇറങ്ങി വാഴ എന്നിട്ട് ആണുങ്ങളെ പോലെ എന്റെ കണക്ക് തീർക്കടാ. എടാ 12 വയസ്സ് വരെ ഞാൻ നല്ലവരായിരുന്നടാ. സാഹചര്യം വളരാക്കിയത് ഇറങ്ങി വാഴ. എടീ നിന്റെയൊക്കെ ചത്തുപോയ അച്ഛനില്ലേ, സത്യവാൻ വാക്കരനായത്, എന്റെ അമ്മായിയപ്പൻ, അയാൾ എനിക്ക് വീടും പറമ്പും തരാന്ന് പറഞ്ഞിട്ടാടി നിന്നെ എനിക്ക് കെട്ടിച്ച് കണ്ടത്. ഇറങ്ങി വാഴ. പ്രശ്നം ഉണ്ടാക്കരുത്, എല്ലാം ശരിയായിട്ടുണ്ട്, ഇനി താമസിക്കില്ല. അതാ ഞാനും പറയണ, ഇനി നീ നിന്റെ അമ്മയും ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല. എന്തായാലും ഞാൻ വാക്ക് തരുന്നു, വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും പറയിക്കല്ലേ. നാട്ടുകാർ അറിയട്ടാ നിന്റെയൊക്കെ വാക്കിന് രാജപ്പൻ വില കൽപ്പിക്കൂല. ഞാൻ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരുത്തനാ, അറിയോ? കളക്ടറേറ്റിലെ ഫ്യൂവൽ വെച്ച് എന്നെ തരം താഴ്ചൊന്നും കാണണ്ട. ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയീസ് യൂണിയൻ നേതാവാണ്. ദൈവത്തോർത്ത് ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കരുത്. അതെ, വാക്കിന് വ്യവസ്ഥയില്ലാത്ത നിന്റെ ഈ അനിയനോട് പറയണേ. നിനക്ക് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അവസ്ഥ ഇതായിപ്പോയി. ഇപ്പൊ ഈ രാജപ്പ പോവാ, 2 ദിവസം ഷാപ്പിൽ തന്നെ കാണും. എന്നൊരു കാര്യം, ഇനിയത്തെ വരവിന് ഈ പുരയിടത്തിന്റെ ആധാരം ഇവിടെ കാണണം. അമ്മാവൻ സമ്മതിച്ചു തന്നാലും ഇല്ലെങ്കിലും ശരി, ബാങ്കിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഞങ്ങളുടെ ബുദ്ധിയും അധ്വാനമൊക്കെ ഉണ്ട്. 4-5 മന്ത്രിമാരുടെ കള്ളപ്പണം ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവന്ന് ഇട്ടത് ശരി തന്നെ. അത് മാത്രം മതിയോ ഉപേന്ദ്രക്കുറുപ്പേ ഒരു ബാങ്കിന്റെ വളർച്ചയ്ക്ക്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ കഠിന പ്രയത്നം ഈ ബാങ്കിന്റെ പിന്നിലുണ്ടെന്ന്. പിന്നെ
നാട്ടുകാർക്ക് എന്നിലുള്ള വിശ്വാസം കുറുപ്പിനറിയാമല്ലോ. ദേ, ഈ ഗോപാലകൃഷ്ണന്റെ കാര്യം തന്നെ എടുത്തോളൂ. എന്നെക്കാളും മേടയിൽ ബാങ്കേഴ്സിനോട് ആത്മാർത്ഥതയുള്ളവനായ ഇവനെന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ IAS ഇന്റർവ്യൂ ഒക്കെ ആയി ഇരിക്കുന്നവനാ. ലീവ് എടുക്കാൻ പറഞ്ഞാ കേക്കില്ല. എന്താടോ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? താൻ എഴുതാൻ പോകുന്ന പരീക്ഷ നിസ്സാരമായി എഴുതിത്തള്ളാവുന്നതല്ല. അതിന് അതിൻ്റെതായ രീതിയിൽ റെഫറൻസും പഠനവും ഒക്കെ വേണം. താൻ പറഞ്ഞ പുസ്തകങ്ങൾ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഒന്ന് തിങ്കളാഴ്ച തരാമെന്ന് കർത്താവ് സാർ പറഞ്ഞിട്ടുണ്ട്. ശ്രീദേവി, ആ പുസ്തകവും ബാങ്കിന്റെ താക്കോലും ഇങ്ങ് എടുത്തോ. പോയി വാങ്ങിച്ചോ പോട്ടെ. ഈ ബുക്ക് വീട്ടിൽ കൊണ്ട് വെച്ചാ പോരാ, നന്നായിട്ട് അടിക്കണം കേട്ടോ. ശ്രമിക്കാം. എന്താ, എന്ത് പറ്റി? അതെ, ഇവനെ കുറിച്ച് പുറത്ത് അത്ര നല്ല അഭിപ്രായമല്ല. പെൺകുട്ടികൾക്ക് ഇവൻ പോകുന്ന വഴി പോകാൻ പറ്റില്ലെന്നാ കേൾക്കണം. അതെ, ഇവിടെയും പ്രായമായ ഒരു പെൺകുട്ടി ഉള്ളതല്ലേ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അല്ല, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. നീ നിന്റെ കാര്യം നോക്കേ. നിന്നോട് ഞാൻ ബാങ്കിന്റെ കാര്യം നോക്കാൻ പറയണത് നിനക്ക് കഴിഞ്ഞില്ലല്ലോ. അവരുള്ളത് കൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു. ഓ, നടക്കും. ഇയാള് കാര്യങ്ങൾ ഭംഗിയായി തന്നെ നടത്തും. എല്ലാ അവസാനം വല്യമാവന് മനസ്സിലായിക്കോളും. ദേവി കുഞ്ഞെ, അമ്മാവും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, പിന്നെ പറയാം. മനസ്സിൽ മറ്റു വല്ലതൊക്കെ വെച്ചോണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എന്തിനാ? ഇതൊക്കെ ചീപ്പാട്ടോ. എനിക്കറിയാം, അവനെ പറ്റി പറഞ്ഞാലേ തനിക്കത് പിടിക്കില്ല. ഞാനൊരു കാര്യം പറയാം, അനന്തേട്ടൻ എന്നെ ഭരിക്കണ്ട. വർക്കിച്ചായന്റെ അൺ അക്കൗണ്ട് ബ്ലാക്ക് മണി കാലത്ത് സഞ്ചിയിൽ വരുന്നുണ്ട്. ഇനി തിങ്കളാഴ്ച അല്ലേ പല അക്കൗണ്ടിലായി ഡിവൈഡ് ചെയ്തിടൂ. അതിന് ഈ ചെക്ക് പിടിച്ചോ. എനിക്കൊരു 50,000 രൂപ വേണം. തിങ്കളാഴ്ച കാലത്ത് ഞാൻ തിരികെ തന്നേക്കാം. അമ്മാവൻ അറിയണ്ട, നമ്മൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ്. അൺ അക്കൗണ്ടഡ് ആണോ ബ്ലാക്ക് ആണോ എന്നൊന്നും എനിക്കറിയില്ല. വർക്കിച്ചായ മുതലാളിയാണ് പണം ഏൽപ്പിച്ചത്. അത് അദ്ദേഹം പറഞ്ഞ പോലെ ഓരോ അക്കൗണ്ടിൽ ഞാൻ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാ ചൊവ്വാഴ്ച കൊടുക്കാനുള്ള ചിട്ടിപ്പണം കാണുമല്ലോ. ഇങ്ങനെയുള്ള തിരിമറികൾക്കൊന്നും എന്നെ കിട്ടില്ല. പ്ലീസ് അനന്ത പൊക്കോളൂ. അതെ, ഇത് മേടയിൽ ബാങ്കേഴ്സ് ആണ്. ഞാൻ മേടയിലെ സന്തതിയും, അറിയാലോ. പക്ഷേ ഓടയിലെ സന്തതിയുടെ സ്വഭാവം നിന്റെ കയ്യിൽ. മേലാൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് വന്നാൽ ഞാൻ മുതലാളിയോട് കംപ്ലൈന്റ് ചെയ്യും. എത്ര രൂപ കിട്ടും സാർ? കഷ്ടിച്ച് 4,000 കിട്ടും. അയ്യോ, അത് പോരാ, എനിക്കൊരു 5,000 രൂപ കിട്ടണം സാർ. ഹോസ്പിറ്റലിൽ ബില്ലടക്കാനാണ്. അമ്മക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു സാർ. അങ്ങനെയാണെങ്കിൽ ഒരു 1,000 രൂപ കൂടി എന്റെ റിസ്കിൽ തരാം. ശരി സാർ. സ്വന്തം റിസ്കിൽ കൊടുക്കാൻ ഇത് നിന്റെ തന്തയുടെ വകയാണോ? അനന്തൻ, മൈൻഡ് യുവർ വേർഡ്സ്. എന്താ പ്രശ്നം? ഇവനെങ്ങനെ കയറൂരി വിട്ടാ ഈ ബാങ്ക് പൂട്ടേണ്ടി വരും. എന്താ ഗോലകൃഷ്ണ? 4,000 രൂപയുടെ പണ്ടമുണ്ട്. ഇയാളുടെ അമ്മ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് ഒരു 1,000 രൂപ എക്സ്ട്രാ ആയിട്ട് എന്റെ പേഴ്സണൽ റിസ്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ പേരിലാണ്. ഗോപാലകൃഷ്ണൻ കൗണ്ടർ സൈൻ ചെയ്ത് പേഴ്സണൽ റിസ്ക് കൊടുക്കുന്നതല്ലേ? അതെ, ചെയ്തോളൂ. അമ്മവ വേണ്ട, നീ ഒരു അക്ഷരം പറയണ്ട. നിന്റെ പോക്കത്ര ശരിയല്ലാന്ന് എനിക്കറിയാം. ഒരിക്കൽ നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാ. നീ നിന്റെ കാര്യം നോക്ക്, ഗോപാലകൃഷ്ണനെ ഭരിക്കാൻ പോകണ്ട. ഗോപാലകൃഷ്ണ, RB ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാ. വരൂ.